ഇപ്രാവശ്യം മൂവാണ്ടൻ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല പ്രഭാതത്തിൽ പൊട്ടിച്ച പാവയ്ക്കൊക്കെ ആയിട്ട് ചേട്ടന്മാര് കടയിലേക്ക് പോകുന്ന തിരക്കിലാണ് കേട്ടോ. അവർക്കിന്ന് കഞ്ഞി കൊടുക്കണം. അപ്പൊ നമുക്കിന്ന് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതും നമ്മുടെ നാടൻ രീതിയിൽ ഒരു സ്പെഷ്യൽ മാങ്ങാഞ്ചി ചമ്മന്തി. ഇതെന്താണെന്നറിയോ? മാങ്ങാഞ്ചിയാണ്. ഇതിന് മാങ്ങയുടെ മണവും ഒരു ഇഞ്ചിയുടെ രൂപമൊക്കെയാണല്ലേ. ഒരു പ്രത്യേക തരം ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുക്കളയിൽ മൊത്തത്തിലൊരു മാങ്ങാമണം അങ്ങോട്ട് പരക്കും. അപ്പൊ ഇതിട്ടിട്ടാണ് നമ്മൾ ഇന്ന് ചമ്മന്തി അരയ്ക്കുന്നത് കേട്ടോ. ഇത് വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് പടർന്ന് പിടിച്ച് പിന്നെ അവിടെ അങ്ങോട്ട് വലിയൊരു കാടായിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് പൊതുവെ ഇതാരും അങ്ങനെ പറമ്പിലൊന്നും വെക്കാറില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ മണവും ഇതിന്റെ രുചിയൊക്കെ വലിയ ഇഷ്ടമാണ്. മാങ്ങയില്ലാത്ത കാലമായിട്ടുണ്ടെങ്കിൽ ഇത്തിരി മാങ്ങാ ചമ്മന്തി വേണമെന്ന് തോന്നുന്നെങ്കിൽ ഇവനിട്ടിട്ട് അങ്ങോട്ട് അരച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ആവശ്യത്തിന് നാളികേരവും പിന്നെ ഈ ഒരു ഇഞ്ചിയുടെ കഷ്ണവും ഉപ്പും പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു മൂവാണ്ടൻ ഉണ്ടല്ലോ അതുമ്പോൾ കുറച്ച് കണ്ണിമാങ്ങകൾ ഇത് അതുപോലെ പൊട്ടിച്ചിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ കൂടിയിട്ടേ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. മികല്ലാം അരച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ മിക്സി മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കഞ്ഞിയും അതോടൊപ്പം തന്നെ ഇത്തിരി തൈരും. എൻ്റെ സാറേ